പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ യൗവനങ്ങൾ നേരിടുന്ന ചില പ്രതികൂല കാലാവസ്ഥകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുക. 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മളുടെ യൗവനങ്ങളെ അന്ധകാരത്തിൻ്റെ ശക്തികൾ വട്ടമിട്ട് പറന്ന് പ്രണയക്കുരുക്കിലൊക്കെ പെടുത്തിക്കൊണ്ട് അവരുടെ വിശ്വാസത്തെ പോലും വെറുത്തുപേക്ഷിച്ച് കടന്നു പോകുന്ന സാഹചര്യങ്ങൾ നമ്മളെന്തും കാണുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ നെഞ്ചിൽ ഇതൊരു വേദനയാണ് എന്ന് നമ്മുടെ യൗവനങ്ങൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിലൂടെ വിവാഹം എന്ന കുദാശയെക്കുറിച്ച് ഇന്നത്തെ യൗവനം പഠിക്കേണ്ടത് ഒരു അനിവാര്യമായ വിഷയമാണ് എന്ന് ചിന്തിച്ചു തുടങ്ങിയത് കൊണ്ടാണ് ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കുക. പ്രായപൂർത്തിയായ യുവക്കൾക്ക് ആരെ വേണമെങ്കിലും വിവാഹം കഴിച്ച് ജീവിക്കുവാനുള്ള നിയമം ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. എന്നാൽ ഇന്ന് പല രാജ്യങ്ങളിലും ആൺമക്കളുള്ള മാതാപിതാക്കളുടെ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചുകൊണ്ട് വരണമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് എൻ്റെ മകൻ കടന്നു പോകണമെന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. ആമുഖമായി യൗവനങ്ങളോട് ഒരു വാക്ക്, അത് ജ്ഞാനികളിൽ ജ്ഞാനിയായ സോളമൻ തൻ്റെ ഉത്തമ ഗീതത്തിലൂടെ പറഞ്ഞു വെച്ചത് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഉത്തമഗീതം 3-ാം അധ്യായം 5-ാം വാക്യം, ജെറുസലേം പുത്രിമാരെ, സമയമാകുന്നതിന് മുമ്പ് നിങ്ങൾ പ്രേമത്തെ തട്ടിയുണർത്തുകയോ ഇളക്കി വിടുകയോ ചെയ്യരുത് എന്ന് സോളമൻ പറയുകയാണ്. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കെഞ്ചി പറയുകയാണ്, സമയമാകുന്നതിന് മുമ്പ് വേണ്ടാത്ത ഒരു പ്രവൃത്തിയിലും ചെന്ന് പെടരുത്. കാരണം ഈ ലോകം ചീത്തയാണ്. നമ്മളെ ചിരിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് വഞ്ചിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ നടുവിൽ സ്നേഹം പലപ്പോഴും ലൈംഗികതയിലേക്ക് അറിഞ്ഞോ അറിയാതെയോ നമ്മളെ കൊണ്ടുപോയി നമ്മുടെ ജീവിതം നരകതുല്യമാക്കുന്ന സാധ്യതകൾക്ക് കാരണമാകും. ബൈബിൾ എടുത്താൽ ആദത്തെ ഉറക്കിക്കിടത്തിയ ശേഷം ആദത്തിൻ്റെ വാരിയലിൽ നിന്നും തനിക്കുള്ള ജീവിത പങ്കാളിയെ സൃഷ്ടിച്ചു കൊടുക്കുകയാണ് ജീവനുള്ള ഒരു ദൈവം. ആ ദൈവം തൻ്റെ പദ്ധതിയിൽ പ്രിയപ്പെട്ട യൗവനങ്ങളെ നിങ്ങൾക്ക് തക്കതായ ഇണയെയല്ല തുണയെ നിങ്ങൾക്ക് കണ്ടെത്തി തരുമെന്ന് വിശ്വസിച്ച് കാത്തിരിക്കണം. ഈ കാലഘട്ടമെന്ന് പറയുക സാത്താനികമായ പ്രലോഭനത്തിൽ വീഴുവാനും വിശുദ്ധി നഷ്ടമാക്കുവാനും ദൈവം ആഗ്രഹിക്കാത്ത പല ബന്ധങ്ങളിലേക്കും കടന്നു പോകുവാനുമുള്ള സാധ്യതയുണ്ട്. അതിന് നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും, പ്രണയമെന്നോ സ്നേഹമെന്നോ ഒക്കെ നിങ്ങൾ വിളിച്ചാലും ഇതൊരു കെണിയാണ്. ഇതിൻ്റെ പിന്നിൽ ചൂണ്ടയിട്ട് നിൽക്കുന്നത് സാത്താനാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ യൗവനങ്ങളെ, നിങ്ങളുടെ ലൈംഗികത അത് വിശുദ്ധമാണ്. ആ വിശുദ്ധി നിങ്ങൾ നഷ്ടമാക്കാതെ
അത് നഷ്ടമാകുന്ന ഒരു പ്രവൃത്തിയിലും നിങ്ങൾ കടന്നു പോകരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എബ്രായ ലേഖനം 12:14 ദൈവത്തെ കൂട്ടിമുട്ടണമെങ്കിൽ ഒരു വ്യക്തിക്ക് അനിവാര്യമായ ഘടകമെന്ന് പറയുക വിശുദ്ധിയാണ്. ബൈബിൾ പറയുന്നു, വിശുദ്ധി കൂടാതെ ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് വിശുദ്ധി എന്ന് പറയുന്നത് ദൈവിക ദാനമാണ്. അതുകൊണ്ട് സോളമൻ ഓർമ്മിപ്പിച്ചതുപോലെ സമയത്തിന് മുമ്പേ നിങ്ങളുടെ വികാരങ്ങളെ ഉണർത്തുവാൻ സാത്താൻ തരുന്ന പ്രലോഭനങ്ങളെ നിങ്ങൾ തട്ടി മാറ്റണം. അതിൽ നിങ്ങൾ വീണു പോകരുത്. നമ്മുടെ ചിന്തകൾ പോലും വിശുദ്ധമായിരിക്കണമെന്ന് ദൈവാത്മാവ് ആഗ്രഹിക്കുകയാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈംഗികത ദൈവത്തിന് സമർപ്പിച്ച് നിങ്ങൾ വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗതമാകുന്നതിനു മുമ്പ് നിങ്ങളുടെ യൗവന കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ സൃഷ്ടാവിനെ സ്മരിക്കുവാൻ സഭാപ്രസംഗകൻ 12:1 സോളമൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, തൊലിപ്പുറത്തെ ചികിത്സ അവസാനിപ്പിച്ച് കാതലായ ചികിത്സയിലേക്ക് നമ്മൾ കടന്നു പോകണം. അതുകൊണ്ട് കാതലായ ചില തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുക്കണം. യൗവനത്തിൽ നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന ഭാവഭേദങ്ങൾ പാപത്തിൻ്റെ പ്രലോഭനത്തിലേക്ക് വീഴാനുള്ള ഒരു അവസരമായി നിങ്ങൾ കാണരുത്. അതിനുള്ള വഴി നിങ്ങൾ ഒരുക്കരുത്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ, ദൃഷ്ടിയിൽ ആദ്യത്തെ വിവാഹം നടക്കുന്നതിന് മുമ്പ് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട ദൈവം അവന് ചേർന്ന ഇണയെ നൽകുമെന്ന് ഉൽപ്പത്തി 2:18 അരുളി ചെയ്തു. പക്ഷെ ദൈവം കൊടുത്തപ്പോൾ ഇണയെ അല്ല കൊടുത്തത്, തുണയെയാണ് കൊടുത്തത്. കാരണം സ്ത്രീയെ സൃഷ്ടിച്ച് ഒരു കുടുംബത്തിൻ്റെ ആത്മീയമായ പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഉൽപ്പത്തി പുസ്തകം 2:24 പറയുകയാണ്, അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. ഹല്ലേലൂയ. ഒരൊറ്റ ശരീരമായി തീരുന്ന ദൈവിക നിയമമാണ് വിവാഹം എന്ന കൂദാശയിലൂടെ സഭയിൽ അത് പരികർമ്മം ചെയ്യപ്പെടുക. ഇതൊരു ഉടമ്പടിയാണ്, ഇത് ദൈവിക പദ്ധതിയാണ്, ഇത് ദൈവത്തിൻ്റെ നിയമമാണ്. ഇതൊരു സാമൂഹ്യമായ കരാറല്ല. ദൈവസന്നിധിയിൽ വധൂവരന്മാർ ഒരുമിച്ചെടുക്കുന്ന തീരുമാനമാണ്. അത് സുഖത്തിലും ദുഃഖത്തിലും ഒരുമിച്ച് ജീവിച്ച് യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ, ആ തിരുശരീര രക്തത്തിൻ്റെ ഉടമ്പടിയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ രക്തത്തോട് ചേർത്ത് വെച്ച് എടുക്കുന്ന ഒരു ഉടമ്പടിയാണ്. ഇത് വിശുദ്ധമാണ്. ഇതിനെ മലിനമാക്കുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഒരു ശരീരമായി മാറണമെങ്കിൽ ശരീരവും മനസ്സും ആത്മാവും ഐക്യപ്പെട്ട് എന്താ പറയുന്നത്, ഒറ്റ ശരീരമായി രൂപാന്തരപ്പെടണമെങ്കിൽ ഇരുവരും ഒരേ വിശ്വാസത്തിൽ ജീവിക്കുന്നവരാകണം. കാരണം ദൈവം തൻ്റെ സാദൃശ്യത്തിലും ഛായയിലും മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഉൽപ്പത്തി 1:27 അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചുവെന്നാണ് വചനം പറയുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്ത്രീയും പുരുഷനുമായി ദൈവം മനുഷ്യനെ ആദ്യത്തെ സൃഷ്ടിയിൽ ഒന്നിച്ച് സൃഷ്ടിക്കുകയാണ്. പിന്നീട് ഉൽപ്പത്തി 2:7 പൂഴി കൊണ്ട് മനുഷ്യന് ശരീരം കൊടുത്തു. പിന്നീട് ആദത്തിൻ്റെ വാരിയലിൽ നിന്നും സ്ത്രീയെ സൃഷ്ടിച്ചു. അപ്പോൾ സ്ത്രീ പുരുഷ ലൈംഗിക വ്യത്യാസമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഡിസൈനാണ്, അത് ദൈവത്തിൻ്റെ ദാനമാണ്. ആദ്യം ഒന്നായിരുന്ന സ്ത്രീയെയും പുരുഷനെയും പിന്നീട് നിങ്ങൾ ഓർക്കുക, ഉൽപ്പത്തി 1:27 ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ സ്ത്രീയും പുരുഷനും ഒന്നായിരുന്നു. പിന്നീട് ഇവർക്ക് 2 ശരീരം ദൈവം കൊടുക്കുകയാണ്. ഈ 2 ശരീരത്തിൽ സ്ത്രീത്വവും പുരുഷത്വവും നിക്ഷേപിച്ചതിന് ശേഷം ഇവരെ ദൈവം വിവാഹമെന്ന കൂദാശയിലൂടെ ഒരു കുടുംബത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ വീണ്ടും ഇങ്ങനെ പറഞ്ഞു, ഇനിമേൽ നിങ്ങൾ 2 അല്ല 1 ആദ്യം ഒന്നായിരുന്നു, പിന്നീട് 2 ശരീരമാക്കി. അത് ദൈവത്തിൻ്റെ പ്ലാനും ദൈവത്തിൻ്റെ പദ്ധതിയും പ്രകാരം എന്താ പറയുന്നത്, ലൈംഗിക വ്യത്യാസം കൊടുത്ത് സ്ത്രീയെയും പുരുഷനെയും ദൈവം സൃഷ്ടിച്ചതിന് ശേഷം വിവാഹമെന്ന കൂദാശയിലൂടെ അവരെ ഒന്നിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്തായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി? ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം, ദൈവത്തിൻ്റെ തീരുമാനപ്രകാരം
ദൈവത്തിന് വേണ്ടി അടുത്ത തലമുറയെ സൃഷ്ടിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ദൈവം ഈ പുരുഷനും സ്ത്രീക്കും നൽകുകയാണ്. എന്ന് വെച്ചാൽ കുടുംബത്തിലൂടെ, കുടുംബജീവിതത്തിലൂടെ, ദാമ്പത്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് വിശുദ്ധിയുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുവാൻ ദൈവം സ്ത്രീയെയും പുരുഷനെയും കുടുംബത്തിൽ ഒന്നിച്ച് ചേർക്കുകയാണ്. എന്നാൽ സാത്താൻ എന്ത് ചെയ്തു? ദൈവിക പദ്ധതി തകിടം മറിക്കുവാൻ പുതിയ പദ്ധതിയുമായി നമ്മുടെ യൗവനങ്ങളെ തട്ടിക്കൊണ്ടുപോകുവാൻ പലതരത്തിലുള്ള പദ്ധതികളുമായി വലവിരിച്ച് ഇന്ന് ഈ സമൂഹത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട യൗവനങ്ങളെ, എൻ്റെ മക്കളെ, നിങ്ങൾ തോറ്റു പോകരുത്. നമ്മൾ മാനവ സ്നേഹത്തിന് എതിരല്ല. എല്ലാവരെയും നമുക്ക് സഹോദരങ്ങളെ പോലെ കാണുവാനും സ്നേഹിക്കുവാനും ആദരിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കും. എന്നാൽ നമ്മളുടെ ആരാധനയുടെ വിഷയത്തിൽ സഭ വിട്ട് നമുക്കൊരു വിവാഹ ജീവിതം വേണ്ട. ഹല്ലേലൂയ. യേശു അല്ലാതെ നമുക്ക് മറ്റൊരു ദൈവം ഇല്ല. കാൽവരി യാഗത്തിൻ്റെ അടിസ്ഥാനം വിട്ട് പരിശുദ്ധ കുർബാനയുടെ അല്ലെങ്കിൽ കൂദാശകളെ തള്ളിയും മാറ്റി യേശുക്രിസ്തുവിൻ്റെ നെഞ്ചിൽ വേദനയാകുന്ന ഒരു പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരരുത്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് നമുക്ക് വേണ്ടത് യേശുക്രിസ്തു പഠിപ്പിക്കാത്തതും സഭ പഠിപ്പിക്കാത്തതുമായ ഒരു ജീവിത രീതിയും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ അഡോപ്റ്റ് ചെയ്യരുത്. നമ്മൾ വിശ്വാസത്തിൽ ഐക്യമുള്ളവരായി അല്ലെങ്കിൽ നമ്മളുടെ വിശ്വാസത്തോട് ഐക്യപ്പെടുന്നവരുമായി മാത്രമേ വിവാഹബന്ധം പാടുള്ളൂ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിയമാവർത്തന പുസ്തകം 7-ാം അധ്യായം 3-4 വാക്യങ്ങൾ. അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടരുത്. നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയോ അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാർക്ക് സ്വീകരിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ മറ്റു ദേവന്മാരെ സേവിക്കാനായി നിങ്ങളുടെ മക്കളെ അവർ എന്നിൽ നിന്ന് അകറ്റിക്കളയും. അപ്പോൾ കർത്താവിൻ്റെ കോപം നിങ്ങൾക്കെതിരെ ജ്വലിക്കുകയും നിങ്ങളെ വേഗം നശിപ്പിക്കുകയും ചെയ്യും. ഇത് പഴയ നിയമത്തിൽ അന്യവിശ്വാസികളുമായി വിവാഹബന്ധം പാടില്ല എന്ന് ദൈവം തൻ്റെ ജനത്തിന് കൊടുക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് ഈ ആത്മീയമായ അപകടത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് പഴയ നിയമത്തിൽ എന്താ പറയുക, മറ്റുള്ളവരുമായിട്ട് നമുക്ക് ഇടകലരുവാൻ ദൈവം അനുവാദം തരാത്തതുകൊണ്ട് 2 കൊരിന്ത്യൻസ് 6-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ അതിനോട് ചേർത്ത് വെച്ച് സെൻറ്റ് പോൾ നമ്മളെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടുചേരരുത്. നീതിയും അനീതിയും തമ്മിൽ എന്തു പങ്കാളിത്തമാണുള്ളത്? പ്രകാശത്തിന് അന്ധകാരവുമായി എന്ത് കൂട്ടുകെട്ടാണുള്ളത്? ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം കൊടുത്തേ മതിയാകൂ. പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, ക്രിസ്തുവിന് ബലിയാലുമായി എന്ത് യോജിപ്പാണുള്ളത്? വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്താണ് പൊതുവിലുള്ളത് എന്ന് സെൻറ്റ് പോൾ കൊരിന്തിലെ സഭയോട് ചോദിക്കുന്നു. ഇത് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്നത് കൊണ്ടാണ് ഇന്നത്തെ ഈ ആത്മീയ അപകടത്തിൻ്റെ കാരണങ്ങൾ. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് ജനമേ, ഏതെങ്കിലുമൊക്കെ സിലബസുകൾ പൊളിച്ചെഴുതണമെന്നുണ്ടെങ്കിൽ നമ്മളത് പഠിപ്പിച്ചു കൊടുക്കണം. യേശുക്രിസ്തു ആരെന്ന് പഠിപ്പിക്കണം, വചനത്തിൻ്റെ ശക്തി എന്തെന്ന് പഠിപ്പിക്കണം, കുരിശുമരണത്തിൻ്റെ ആഴമേറിയ അതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുക്കി വെച്ച ആ വലിയ ആത്മീയ രഹസ്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുക്രിസ്തു ഏക രക്ഷകനാണെന്നും ഏക സത്യ ദൈവമാണെന്നും യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും പല ദൈവങ്ങളിലൊരു ദൈവമല്ല യേശുക്രിസ്തു എന്നും പല ദൈവങ്ങളുടെ പേരുകളിൽ ഒരു പേരല്ല യേശുക്രിസ്തുവിൻ്റേതെന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുത്താൽ അവർ ഈ രാജ്യം വിട്ടുപോയാലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പോയാലും ഈ സത്യസഭയെ വിട്ടുപോകത്തില്ല, യേശുക്രിസ്തുവിനെ ഉപേക്ഷിക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ കുട്ടികളിൽ ഒരു ബോധ്യമുണ്ടാക്കുവാൻ നമുക്ക് സാധിക്കണം. ഹല്ലേലൂയ. സഭ ഉപേക്ഷിക്കാതെ, വിശ്വാസം ഉപേക്ഷിക്കാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ നിലനിൽക്കണമെങ്കിൽ കേസിലേക്കും വഴക്കിലേക്കും ഹല്ലേലൂയ എന്താ പറയുന്നത്, പരസ്പരമുള്ള തമ്മിത്തല്ലിനുമൊക്കെ കാരണമാകുന്ന വിധത്തിൽ ഇതുപോലെയുള്ള സാധ്യതകൾ കടന്നു വരുന്നതിന് മുമ്പ് പ്രിയപ്പെട്ടവരെ, തൊലിപ്പുറത്തല്ല ചികിത്സിക്കേണ്ടത്, അത് നമ്മൾ തിരിച്ചറിയുവാനുള്ള സമയമാണ്. ഹല്ലേലൂയ. പുതിയ തലമുറയെപ്പറ്റി ചിന്തിക്കുവാൻ ഇന്ന് ആർക്കും സമയമില്ല. ഈ 1 രാജാക്കന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 1 തൊട്ട് 4 വരെ നമ്മൾ പഠിച്ചാൽ സോളമനാണ് സമയമാകുന്നതിന് മുമ്പ് നിങ്ങളുടെ പ്രണയത്തെ തട്ടി ഉണർത്തരുതെന്നൊക്കെ നമ്മളെ ഉപദേശിച്ചതെങ്കിലും ഈ സോളമൻ്റെ ജീവിതത്തിലും തെറ്റുപറ്റി.
സോളമൻ രാജാവ് അനേകം വിദേശ വനിതകളെ പ്രേമിക്കുകയും ഫറവോയുടെ മകളെയും മൊവാബ്യർ, അമോന്യർ, എദോമ്യർ, സീദോന്യർ, ഹിത്യർ എന്നീ അന്യവംശങ്ങളിൽപ്പെട്ട സ്ത്രീകളെ ഭാര്യമാരായി സ്വീകരിക്കുകയും ചെയ്തു എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടരുത്, അവർ നിങ്ങളുമായും എന്നൊക്കെയുള്ള ദൈവത്തിൻ്റെ കൽപ്പനയെ സോളമൻ പോലും ഒരു സമയത്ത് എന്തു ചെയ്തു? തിരസ്കരിച്ചു. അങ്ങനെ ഇതര മതസ്ഥരുമായിട്ടുള്ള വിവാഹ ജീവിതത്തിലേക്ക് സോളമൻ കടന്നു പോവുകയും ആ വിവാഹത്തിലൂടെ കടന്നു വന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ സോളമൻ്റെ ഹൃദയത്തെ തങ്ങളുടെ ദേവന്മാരിലേക്ക് വശീകരിക്കുകയും എന്താ പറയുന്നത്, അങ്ങനെയുള്ള ചില പാപത്തിൻ്റെ മേഖലകളിലേക്ക് സോളമൻ കടന്നുപോയി. സോളമന് വാർദ്ധക്യമായ സമയത്ത് തൻ്റെ ഭാര്യമാർ അവൻ്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് തിരിച്ചു എന്നാണ് ബൈബിള് പറയുക. അപ്പം സോളമൻ്റെ ജീവിതത്തിലും ഇങ്ങനെ ഒരു അധപ്പതനത്തിൻ്റെ കാരണം ദൈവത്തിൻ്റെ കൽപ്പനയെ ലംഘിച്ചത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആത്മീയ ഐക്യം നഷ്ടമായി പ്രാർത്ഥനാ ജീവിതത്തിൽ പ്രതിസന്ധി കൊണ്ടുവരുന്ന ഏക സത്യ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ മക്കളെ വളർത്തുവാനുള്ള ബുദ്ധിമുട്ടോ ധാർമ്മികമായ ചില തീരുമാനങ്ങളിൽ വ്യത്യസ്തമായ നിലപാടുകൾ എടുക്കുന്നതോ ബന്ധം നിലനിർത്തുവാൻ വിശ്വാസം വെടിയേണ്ടി വരുന്ന ആവശ്യകതയിലേക്ക് കടന്നു പോവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വരും. ഹല്ലേലൂയ. അതുകൊണ്ട് അതെല്ലാം കർത്താവിൻ്റെ മുമ്പിൽ അനിഷ്ടത്തിന് കാരണമാകും എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഇവിടെ ദൈവത്തിൻ്റെ ജനമേ, ക്രിസ്തു വിശുദ്ധീകരിച്ച വിവാഹം അതൊരു കാരണവശാലും മലിനമാകുവാൻ നിങ്ങൾ അനുവദിക്കരുത്. എബ്രായ ലേഖനം 13:4 എല്ലാവരുടെയും ഇടയിൽ വിവാഹം മാന്യമായി കരുതപ്പെടട്ടെ, മണവറ മലിനമാകാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ വിവാഹം ഒരു ദൈവിക ഉടമ്പടിയാണ്. അതുകൊണ്ട് മണവറ മലിനമാകുന്ന വിധത്തിൽ, അത് മലിനമാകത്തക്ക വിധത്തിലേക്ക് കടന്നു പോകാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾക്ക് ഓരോരുത്തർക്കുമാണ്. സഭാപ്രസംഗകൻ 4:12 നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, മുപ്പിരിച്ചരട് വേഗം പൊട്ടുകയില്ല, ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്തുവാൻ സാധിച്ചേക്കാം, 2 പേരാണെങ്കിൽ ചെറുക്കാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ വിവാഹം ഒരു നൂൽ ഉടമ്പടിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു മുപ്പിരിച്ചരട് പൊട്ടുകയില്ല എന്ന് പറയുമ്പം ഇവിടെ മൂന്നാമത്തെ നൂല് യേശുക്രിസ്തുവാകുന്ന ജീവിക്കുന്ന ദൈവമാണെന്ന് നമ്മൾ വിശ്വസിക്കണം. അപ്പം വിവാഹം കഴിക്കുന്ന 2 പേർക്കും ഈ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ യേശുക്രിസ്തുവിനെ പിന്തുടരുവാൻ ആഗ്രഹിക്കാത്ത വ്യക്തിയാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതെങ്കിൽ ആത്മീയ ഐക്യം നഷ്ടമാകും എന്ന് തിരിച്ചറിയുക. മലാക്കിയുടെ പുസ്തകം 2:14 വിവാഹം ഒരു ഉടമ്പടിയാണെന്നും ഈ ഉടമ്പടിക്ക് കർത്താവ് സാക്ഷിയാണെന്നും വചനം ഓർമ്മിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, കർത്താവിൻ്റെ സാക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ആ കർത്താവ് സാക്ഷിയാകുന്ന വിവാഹ ജീവിതം നമുക്കുണ്ടാകണമെങ്കിൽ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയല്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്ന് വരരുത്. അതുകൊണ്ട് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ 25 തൊട്ട് 32 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ എടുത്താൽ അത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഭർത്താവിൻ്റെ ഉത്തരവാദിത്വം ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യയെ സ്നേഹിക്കണമെന്നും, ഭാര്യയുടെ ഉത്തരവാദിത്വം സഭ ക്രിസ്തുവിനെ അനുസരിച്ചതുപോലെ ഭർത്താവിനെ അനുസരിക്കണമെന്നുള്ള ഒരു ഒരു ആത്മീയ വീക്ഷണം അവിടെ നൽകുകയാണ്. അതുകൊണ്ട് ദൈവിക പദ്ധതിയിൽ ഒരു കുടുംബം അനുഗ്രഹമാകണമെങ്കിൽ വിവാഹം എന്നത് സഭയ്ക്കുള്ളിൽ നിലനിൽക്കണം. സഭയ്ക്ക് പുറത്ത് വിവാഹ ജീവിതം പാടില്ല. ഇന്ന് നമ്മൾ കാണുന്നത് എന്താണ്? ലിവിങ് ടുഗദർ. ചില സിനിമകൾ പോലും അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളെ നമ്മുടെ മുമ്പിൽ തെറ്റില്ലാത്ത വിധത്തിൽ അവതരിപ്പിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിലൊരു വലിയ ഗൂഢ ലക്ഷ്യമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞേ മതിയാകത്തുള്ളൂ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, വിവാഹം അത് വിശുദ്ധമാണ്. ആ വിശുദ്ധിയിൽ തന്നെ അതിനെ കാത്തു സൂക്ഷിക്കണം. നിങ്ങൾ ഓർത്തുകൊള്ളുക, നിങ്ങൾ പഠിക്കുന്ന കാലഘട്ടം, കോളേജിലാകാം അല്ലെങ്കിൽ എവിടെയെങ്കിലും ആകാം, നിങ്ങൾ പഠിക്കുന്ന ഒരു കാലഘട്ടം, നിങ്ങൾക്കൊരു ഒരു പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരികയാണ്. അതൊരു പ്രണയമായി മാറുന്നു. ആ പ്രണയത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ ലൈംഗിക ബന്ധത്തിലേക്ക് നിങ്ങൾ കടന്നു പോകുന്നു. പിന്നീട് നിങ്ങൾ ആ ബന്ധം ഉപേക്ഷിക്കുന്നു. ആ ബന്ധം ഉപേക്ഷിച്ച് നിങ്ങൾ കടന്നു പോകുന്നു.
വീണ്ടും നിങ്ങൾ മറ്റൊരാളെ വിവാഹം കഴിക്കുന്നു, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. ഓർത്തുകൊള്ളുക, തലമുറ മലിനമായി ജനിക്കുവാൻ സാത്താൻ എടുക്കുന്ന ഏറ്റവും വലിയ പദ്ധതിയാണ് ഇങ്ങനെയുള്ള പാപത്തിൻ്റെ അവസ്ഥയിലേക്ക് നിങ്ങളെ കടത്തിവിടുക. കാരണം നിങ്ങളുടെ ശരീരം മലിനമായി, നിങ്ങൾ വിശുദ്ധിയില്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ വിവാഹ ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചാൽ, എന്ന് വെച്ചാൽ വിവാഹ ജീവിതത്തിന് മുമ്പ് ലൈംഗിക പാപത്തിലേക്ക് കടന്നുപോയി ആ പാപം പരിഹരിക്കപ്പെടാതെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് ജനിക്കുവാനിരിക്കുന്ന തലമുറ മലിനമായി ജനിക്കുമെന്നറിയാവുന്ന സാത്താൻ നിങ്ങളുടെ ലൈംഗികതയെ മലിനമാക്കും. അതും പോരാഞ്ഞിട്ട് നിങ്ങളിൽ എന്താ പറയുന്നത്, നിങ്ങൾ മറ്റൊരാളെ പ്രണയിക്കുമ്പോൾ ആ പ്രണയിച്ച വ്യക്തിയോട് നിങ്ങൾ യേശു പറയുന്നതും അല്ലെങ്കിൽ വിവാഹം കഴിക്കാമെന്ന് നാവ് കൊണ്ട് നിങ്ങൾ വാക്കു കൊടുക്കുന്നതുമൊക്കെ സോൾട്ടൈ എന്ന് പറയുന്ന ഒരു പാപത്തിലേക്ക് നിങ്ങളെ നയിക്കും. ഹല്ലേലൂയ. പിന്നീട് നിങ്ങൾ വിവാഹം എന്താ പറയുക, സ്നേഹിച്ച വ്യക്തിയെ മറന്ന് അടുത്ത ആളെ വിവാഹം കഴിച്ച് നിങ്ങൾ കടന്നു പോകും. ഓർത്തുകൊള്ളുക, വിവാഹ ജീവിതത്തിന് മുമ്പ് നിങ്ങൾ കൊടുത്ത വാക്കു കൊടുത്തതിൻ്റെ പിന്നിലുള്ള ആ ഒരു എഗ്രിമെൻറ്റിൻ്റെ പിന്നിൽ സൈറ്റൻ്റെ ഒരു കയ്യൊപ്പുണ്ട്. നിങ്ങൾ പുതിയ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ എഗ്രിമെൻ്റ് സൈറ്റൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്നറിയാമോ? പുതിയൊരു കുടുംബത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പം ഒന്നാമതായി ജനിക്കുന്ന തലമുറ മലിനമായി ജനിക്കുന്ന സാഹചര്യമുണ്ടാകും. 2, പരസ്പരം തമ്മിൽ ഭാര്യ പറയുന്നത് ഭർത്താവിന് മനസ്സിലാകത്തില്ല, ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്ക് മനസ്സിലാകത്തില്ല. നിങ്ങളുടെ ഇടയിൽ ഒരു ഭിന്നത വളരും. പിന്നീട് എന്ത് ചെയ്യുമെന്നറിയാമോ? ഒരുമിച്ച് മുന്നോട്ട് പോകാനാവാത്ത വിധത്തിൽ ഈ സോൾട്ടയുടെ ഫലമായി ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വിള്ളലുണ്ടാകും. അത് പിന്നീട് ദാമ്പത്യ ജീവിതത്തെ ബാധിക്കും, കുടുംബ ജീവിതത്തെ ബാധിക്കും, ഡിവോഴ്സിലേക്ക് കടന്നു പോകാനുള്ള സാധ്യതകൾ വളരുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധി അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്. 1 പത്രോസ് 1:16 ബൈബിൾ പറയുന്നുണ്ട്, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ എന്ന് ദൈവം പറയുന്നതിൻ്റെ കാരണം നിങ്ങളുടെ ആത്മീയ വളർച്ചയിൽ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ജീവിക്കുന്ന ഒരു ദൈവത്തെ നോക്കണം. ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണം. അതുകൊണ്ട് ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഒരു പങ്കാളിയെ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ നെഞ്ചിൽ അത് വേദനയാകരുത്. അതുമാത്രം നിങ്ങൾ എന്താ പറയുക, ഹൃദയത്തിൽ ഓർത്തുകൊള്ളുക. സുഭാഷിതങ്ങൾ 3-ാം അധ്യായം അതിൻ്റെ 5-ഉം 6-ഉം വാക്യം എടുക്കുമ്പോൾ, ഈ യൗവന കാലഘട്ടത്തിൽ നിങ്ങളുടെ വിശ്വാസം കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടു കൂടി നിങ്ങളെ വിശ്വാസം അർപ്പിക്കണം. നിങ്ങളുടെ സ്വന്തം ബുദ്ധിയെ നിങ്ങൾ ആശ്രയിക്കരുത്. നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവ വിചാരത്തോടു കൂടി ആയിരിക്കട്ടെ. അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരുമെന്നാണ് ബൈബിള് പഠിപ്പിക്കുക. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, വിവാഹം എന്ന കൂദാശ അത് ദൈവികമാണ്, അത് പരിശുദ്ധമാണ്. അതിൻ്റെ പരിശുദ്ധിയിൽ നിങ്ങൾ മുന്നോട്ട് പോകണം. എന്നെ ശ്രവിക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ ചൊല്ലി, നിങ്ങളുടെ മക്കൾ അനുഗ്രഹമാകുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു പാപത്തിൻ്റെ മേഖല കടന്നു വന്ന സമയത്താണോ ഈ മക്കൾ ജനിച്ചതെങ്കിൽ അവർക്ക് വേണ്ടി ഇന്ന് നിങ്ങൾ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ മുമ്പിൽ വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിങ്ങൾ വിശുദ്ധീകരണത്തിലേക്ക് കടന്നു വന്ന് മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കാരണം ഈ കാലം എന്താ പറയുക, സാത്താനിക മണ്ഡലങ്ങൾ നമ്മുടെ യൗവനങ്ങളെ തട്ടിക്കൊണ്ടുപോകുവാൻ നോക്കുന്ന ഈ ഒരു സാഹചര്യത്തിൻ്റെ നടുവിൽ വിശുദ്ധിയില്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരരുത്, അതേതു മേഖലയായാലും. പക്ഷേ ഇന്ന് എത്രയോ കുഞ്ഞുങ്ങളാണ് ആത്മഹത്യയിലേക്ക് കടന്നു പോവുക. വിവാഹ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വരുന്നു, എത്രയോ പേര് ആത്മഹത്യ ചെയ്യുന്നു. ഇതിനൊരു പരിഹാരം വേണ്ടേ? പരിഹാരമെന്ന് പറയുക യേശുക്രിസ്തു എന്ന ജീവനുള്ള ദൈവം മാത്രമാണ്. എന്തു പ്രശ്നമുണ്ടെങ്കിലും സൊല്യൂഷൻ എന്ന് പറയുക യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങളുടെ വിവാഹം ആ ഒരു മേഖല നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ഈ സഭ വിട്ട് പോകരുത്. സഭയ്ക്ക് വെളിയിലുള്ള ഒരു വ്യക്തിയെപ്പോലും വിവാഹം കഴിക്കുവാൻ നിങ്ങൾ തീരുമാനമെടുക്കരുത്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ ഒരു പ്രലോഭനം നിങ്ങളുടെ കൺമുമ്പിൽ വരികയാണെങ്കിൽ അപ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി പരിശുദ്ധാത്മാവിനോട് സഹായം അഭ്യർത്ഥിച്ച് പ്രാർത്ഥിച്ച് ജീവനുള്ള ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ നിങ്ങളെ വിട്ടുകൊടുത്ത് വിശുദ്ധിയിൽ മുന്നോട്ട് പോകുവാൻ നിങ്ങൾ തീരുമാനമെടുക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്
യൗവനങ്ങളെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹത്തിൻ്റെയും നീർച്ചാലായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യൗവനങ്ങളുടെ മേൽ യേശുവിൻ്റെ രക്തം തളിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഇറക്കി പ്രൊട്ടക്റ്റ് ചെയ്യണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ.